ഹായ്, എൻ്റെ പേര് ദേവിക. എൻ്റെ പേര് ഗോപിക. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നു. ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് ത്രൂ ഏജൻസി വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ആൻഡ് ഇവിടെ ആദ്യമേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വന്നു, മാറി നിന്നു, സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കും അത് ഡിഗ്രീസ് ആയി വന്നു. മാറി മാറി ടീച്ചേഴ്സ് കമ്പനിയായി, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ സീനിയേഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി വന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. 5 days ഓഫ് കൾച്ചറൽ ഫെസ്റ്റ്, സ്പോർട്സ് ഡേ ആയാലും അതൊക്കെ നൈസാണ്. പിന്നെ ഫാക്കൽറ്റി ആയാലും അത് അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കും. ഫുഡായാലും വെജിറ്റേറിയൻ മലയാളി ഫുഡാണ്. പിന്നെ ക്ലിനിക്കലിന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടും എല്ലാത്തിനും. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലും കാനുല ഇടാനാണെങ്കിലും എല്ലാം ഇപ്പം അത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒട്ടും ഒരു ഇത് തോന്നത്തില്ല. നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഒരിക്കലും പുറത്ത് പോയിട്ട് നമുക്ക് റിഗ്രറ്റ് ചെയ്യില്ല, നമുക്ക് ഇത് കിട്ടിയില്ല എന്ന് പറയത്തില്ല. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എക്സ്പോഷർ കിട്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് മാംസിൻ്റെ കൂടെ ചോദിക്കാം. അവർ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അവർ റെഡിയാണ്. പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാംസിൻ്റെ അടുത്ത് പറയാം. അപ്പം അത്രയും കുറച്ച് നല്ല ഫ്രീഡംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കൂടുതലും മലയാളി സ്റ്റുഡൻസ് ആണ്. ബാക്കി ഒരു 60 ഒരു 54 ഒക്കെ ആയിരിക്കും മലയാളി സ്റ്റുഡൻസ്. ബാക്കി കന്നഡ സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്കിവിടെ ക്ലാസ്സസ് ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിനൊരു പ്രോബ്ലം വരത്തില്ല. ലൈക്ക് നമുക്ക് ലാംഗ്വേജ് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 24 hours നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇവിടെ ഉണ്ട്. സോ നമുക്കൊരു ലാംഗ്വേജിന് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല എല്ലാം. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്ക് വേറൊരു കൺട്രിയിൽ പോകാനാണെങ്കിൽ തന്നെ ഈ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കിപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് IELTS ആണോ OET ആണെങ്കിലും ഒക്കെ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ +2 കഴിഞ്ഞ് കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നഴ്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയൊരു കോളേജാണിത്. ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ നെയ്ബേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്. അങ്ങനെ കുറച്ച് പേര് ഇവിടെ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റിയ ബെസ്റ്റ് ഒരു കോളേജ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാത്തിനും ക്ലിനിക്കൽ എക്സ്പോഷർ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ടീച്ചേഴ്സ് ഫാക്കൽറ്റി എല്ലാത്തിനും പറ്റുന്ന ഒരു എൻവയോൺമെന്റ് എല്ലാത്തിനും പറ്റും.